പെണ്ണൊരുമെട്ടാൽ രചന ഫാത്തിമ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എന്നൂഞ്ഞേരി. ഭൂതകാലം. നാദിയ യത്തീമായ ഒരു പെൺകുട്ടിയാണ്. അവൾക്ക് താഴെ 2 സഹോദരങ്ങൾ കൂടിയുണ്ട്, നൂറയും ഫഹദും. രണ്ടുപേരും നാദിയേക്കാൾ ചെറുതായിരുന്നു. വളരെ ഇഷ്ടമായിരുന്നു നാദിയക്ക് അവരെ. അവർ രണ്ടുപേരും LP സ്കൂളിൽ പഠിക്കുകയാണ്. ഹായ് എവരിവൺ, ഐ ആം നാദിയ സലീം. എൻ്റെ വാപ്പ എൻ്റെ കുഞ്ഞനിയും പിറന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വിട്ടുപോയി. എൻ്റെ ഉമ്മ ഒരു സ്ട്രോങ് ലേഡിയാണ്. ഞങ്ങൾ 3 ഉമ്മ പഠിപ്പിച്ചു, നല്ലപോലെ വളർത്തി. ഉമ്മ ആരുടെ മുമ്പിലും യാചിക്കാൻ പോയിട്ടില്ല. ഞങ്ങളുടെ വീട്ടിലൊരു ഫ്ലോർ മില്ലുണ്ട്, അതാണ് ഞങ്ങളുടെ ഏക വരുമാനം. വർഷം 2010. ഞാൻ BCom പഠിക്കുന്നത്. എനിക്കൊരു ബെസ്റ്റി ഉണ്ട്, അവളുടെ പേര് സുമി എന്ന അശ്വതി. എൻ്റെ ബാക്ക് ബോൺ എന്ന് തന്നെ പറയാം. 1 മുതൽ തൊട്ടുള്ള വിശ്വസ്ത ബന്ധം. ഞങ്ങളുടെ കലപിലകൾ വീട് മുതൽ കോളേജ് ക്ലാസ് മുറി വരെ നീളുന്ന ഒന്നായിരുന്നു. അത്രയ്ക്കുണ്ട് ഞങ്ങൾക്ക് പറയാൻ. എടി, നീ ഇന്നലത്തെ പിക്കുന്നുണ്ടോ? എന്തൊരു എപ്പിസോഡായിരുന്നെടി. കുഷിടി അറിഞ്ഞവൻ്റെ ഡാൻസിൻ്റെ റബ്ബേ പൊളിച്ചു, എന്ത് രസമായിരുന്നു അറിയോ? നാദിയെ തുള്ളിക്കൊണ്ട് പറഞ്ഞു. പിന്നെ ഞാൻ കാണാണ്ടിരിക്കോ എൻ്റെ അർണവ് ചേട്ടനെ? പുള്ളിക്ക് വേണ്ടിയല്ലേ ഞാൻ കാത്തിരിക്കുന്നത്. അവൾ അതും പറഞ്ഞ് ചിന്തയുടെ ലോകത്തേക്ക് പോയി. അയ്യയുടെ മനമേ, അങ്ങനെ നീ മനക്കോട്ട് കെട്ടി അയാളെ എച്ചിലാക്കലേ മോളെ. സാർ എനിക്കുള്ളതാ, ഈ നാദിയ സലീമിനുള്ളത്. നാദിയയും വിട്ടുകൊടുത്തില്ല. അങ്ങനെ അതും ഇതും പറഞ്ഞ് കോളേജിലെത്തിയതും ക്ലാസ്സിൽ കയറിയില്ല. ഡിപ്പാർട്ട്മെന്റിന് മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞു തുടങ്ങും അടുത്ത സീരിയൽ കഥ. ലാസ്റ്റ് ഫാദർ വന്ന് നല്ല ചീത്ത പറയുമ്പോൾ ഓടി അവരവരുടെ ക്ലാസ്സിൽ പോകും. അവൾ എക്കണോമിക്സ്, ഞാൻ അക്കൗണ്ടൻസി ആയിരുന്നു എടുത്ത്. ലഞ്ച് ബ്രേക്ക് ആകുമ്പോൾ എന്നും ഒത്തുകൂടാറുള്ള പൈൻമരച്ചൂട്ടിൽ അവർ ഒത്തുകൂടും. ഡി സുമി, നാദിയെ വിളിച്ചു. പറവത്തെ, സുമി പറഞ്ഞു. എടി, നമുക്ക് 2 പേർക്കും കൂടി സാറിനെ കിട്ടിയാലോ? വലിയ ത്യാഗം എന്നോട് അവൾ പറഞ്ഞു. നമുക്ക് കെട്ടുകയൊക്കെ ചെയ്യാം, പക്ഷേ... സുമിയൊന്ന് നിർത്തി നിശ്വസിച്ചു. എന്ത് പക്ഷേ? പറവത്തെ. നാദിയെ തിരക്കി. എടി, അതിനെ അയാൾ കെട്ടിയതാ, അയാളുടെ പെണ്ണുപിള്ള സമ്മതിക്കോ? സുമി ആശയക്കുഴപ്പത്തിൽ ചോദിച്ചു. റബ്ബേ, ഞാൻ ഇതെങ്ങനെ സഹിക്കും? ഞാനും അവനായിട്ടുള്ള ഫസ്റ്റ് നൈറ്റ് വരെ സ്വപ്നം കണ്ടതാ. നാദിയെ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. സാരില്ലടി, നമുക്ക് വേറെ നോക്കാം. സുമി അവളെ ആശ്വസിപ്പിച്ചു. എന്നാ വേറെ നോക്കാം അല്ലേ? നാദി വിളിച്ചുകൊണ്ട് ചോദിച്ചു. പിന്നല്ലാതെ, അറിഞ്ഞു പോയ അവന്റെ പിതാജി, അല്ലെങ്കിൽ പിതാജിക്ക് പിതാജി എന്നല്ലേ? സുമി ചെറിയ നാണത്തോടെ പറഞ്ഞു. അയ്യടാ, എനിക്ക് ഇളവന്മാരെയൊന്നും വേണ്ട, അവളുടെ പിതാജിക്ക് പിതാജി. നീ കോപ്പെ, പീട്ടേട്ട് നല്ല ചൂട് പരിപ്പടയിട്ട് കാണും. നീ വാ, നമുക്ക് പോയി തിന്നേച്ച് വരാം. വാ മക്കളെ, വാ. അവർ 2 കൂടി സന്തോഷത്തോടെ ക്യാൻറ്റീൻ ലക്ഷ്യമാക്കി പോയി. പൈൻമര ചുവട്ടിലിരുന്നുകൊണ്ട് അവർ ഗ്രൗണ്ടിൽ നടക്കുന്ന ഫുട്ബോൾ മാച്ച് കാണുകയായിരുന്നു. ഡി സുമി, നാദിയെ വിളിച്ചു. പറവണേ, എന്തൊരു സുഖാലേ ക്ലാസ്സിൽ കയറാതെയുള്ള ഈ ഇരുത്തം. അന്തസ്. അവൾ കൈകൾ നിവർത്തി മുകളിലേക്ക് നോക്കി പറഞ്ഞു. ഫാദർ സണ്ണി കാണണ്ട, സുമി നിസ്സംഗയായി പറഞ്ഞു. എന്നാലും എൻ്റെ സുമി, ഈ അച്ഛന്മാരുടെ കൺട്രോൾ വലിയ സംഭവമായിട്ടോ. എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. നാദിയെ പറഞ്ഞു നിർത്തി. എടി, ഞാൻ കാര്യം പറയാൻ മറന്നു. നാളെ ഞാൻ എന്നെ നോക്കിയ ഫോൺ കൊണ്ടുവന്നിട്ട് നിനക്കൊരു കാര്യം കാണിച്ചു തരാം, സുമി ആവേശത്തോടെ പറഞ്ഞു. എന്താടി? നാദിയെ തിരക്കി. അത് സർപ്രൈസാ, സുമി പറഞ്ഞു. അയ്യോ, എൻ്റെ തല പൊട്ടിപ്പോവും, എനിക്ക് സർപ്രൈസ് പറ്റില്ല. അയ്യോ ഉമ്മാ, പറയടി. നാദിയ അവിടെ കിടന്ന് ഡ്രാമ കാണിക്കാൻ തുടങ്ങി. കൂടുതൽ തുള്ളണ്ട, ഇത് മറ്റേതാ, സുമി ചെറിയ ദേഷ്യത്തിൽ പറഞ്ഞു. മറ്റേതാ? അതെന്തോന്ന്? നാദിയ സംശയം പ്രകടിപ്പിച്ചു. എടി സുമി മെല്ലെ പറഞ്ഞു. വൃത്തിയേട്ടവളെ, എനിക്കൊന്നും കാണണ്ട, നാദിയ ദേഷ്യം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ടേ വേണ്ട, ഭാവി ജീവിതത്തിൽ ഉപകരിക്കുന്ന വെച്ചൊരു സഹായം ചെയ്യാന്ന് വെച്ചപ്പോ അവൾ പറഞ്ഞുകൊണ്ട് മുഖം തിരിച്ച് മാച്ച് കണ്ടുകൊണ്ടിരുന്നു. എന്നാ പിന്നെ നാളെ നീ കൊണ്ടുപോവാ, നമുക്കറിയണല്ലേ സംഭവങ്ങളുടെ കിടപ്പുവശം. അല്ലാതെ പിന്നെ പുലിമടി ചെന്ന് കയറിയിട്ട് വല്ല കാര്യമുണ്ടോ? നാദിയ താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു. സുമി അപ്പോഴും ഗൗരവം നടിച്ചിരുന്നു. മുത്തേ സുമി മോളെ, നീ നാളെ കൊണ്ടുപോവാ, നമുക്ക് നല്ലപോലെ ഒന്ന് വിശകലനം ചെയ്ത് കളയാം. നാദിയ താല്പര്യം തോന്നിപ്പിക്കുന്നത് അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു. സുമി പൊട്ടിച്ചിരിച്ചു പോയി. അവളുടെ എണ്ണെന്ന് പറഞ്ഞു. അവരുടെ പൊട്ടിച്ചിരികൾ ആകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങി. അവരുടെ ചിരികൾ അത്രമേൽ ഭംഗിയുള്ളതായിരുന്നു. അവർ പൂമ്പാറ്റകളെ പോലെ ചിറകടിച്ചു പറന്നുയർന്നു. അലയിലും ചിരി അങ്ങനെയാണ്, അത് മനസ്സിൽ തട്ടിയാണ് വരുന്നതെങ്കിൽ കുറച്ചു നേരം നമ്മുടെ മുഖത്ത് തന്നെ കാണും. വർത്തമാനകാലം. വർഷം 2015. നാദിയുടെ വിവാഹം കഴിഞ്ഞ രാത്രി അവൾ ഒരുപാട് പ്രതീക്ഷകളോടെ അവനെ കാത്തിരുന്നു. മണിയറയിൽ കടലാസ് പേപ്പർ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഒരു പാത്രത്തിൽ കുറച്ച് ഫലങ്ങളും ഒരു ചെമ്പിൽ നിറയെ കാച്ചിയ പാലും ഒരു ടേബിളിൽ വെച്ചിരുന്നു. മുറിയിലാകെ ചന്ദനത്തിരി കത്തിച്ച ഗന്ധം തങ്ങി നിന്നു. മണിയറയിൽ കാത്തിരുന്ന് ഉറക്കം തൂങ്ങി തുടങ്ങിയപ്പോഴാണ് നാദിയ ഒരാളുടെ കാൽ പെരുമാറ്റം അറിഞ്ഞത്. സമീറായിരുന്നു അത്. അവൻ കാല് നിലത്തുറക്കാതെ കിണിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇക്കാന്റെ മോളെ, സംസാരം ക്ലിയർ ആവുന്നില്ല, വന്നേ. ഇക്കാടെ അടുത്തേക്ക് വന്നിട്ടേ ഇക്കാന്റെ മുത്തിനേക്ക് ഒന്ന് കണ്ടോട്ടെ. നീ എന്ത് സുന്ദരിയാടി. അവനിൽ നിന്നും വമിക്കുന്ന മദ്യത്തിന്റെ രൂക്ഷമായ ഗന്ധം അവളിൽ മനംപിരട്ടലുണ്ടാക്കി. അവനവളെ ഞെരിക്കാൻ തുടങ്ങി. അവൾ അവന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് മേശയിലിരുന്ന പാല് ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തു. അയ്യോ മോളെ,
ഇക്കാക്ക് പാല് വേണ്ട, പിരിയും. എന്റെ മോള് കുച്ചോ കുച്ചോ. അവനെങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ച് അവൻ അവളെയും കൊണ്ട് കട്ടിലേക്ക് മറിഞ്ഞു. മോളെ നിന്റെയൊക്കെ കുടിക്കത്തില്ലടി, ഇതാ മരുന്ന് നിർബന്ധിച്ചപ്പോ അങ്ങനെ പറ്റിപ്പോയതാ. എന്റെ മോള് വിഷമിക്കണ്ട കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞ സത്യ, നീ സുന്ദരി കേട്ടോ. അപ്പോൾ മാത്രമാണ് അവൾക്ക് ശ്വാസം നേരെ വീണത്. കട്ടിൽ കിടന്നുകൊണ്ട് അവന്റെ പരാക്രമം കൂടി വന്നു. അവളിലെ പെണ്ണിനെ അവൻ ആവോളം രുചിച്ചു. അവൾ അവനെയും അവന്റെ ചേഷ്ടകളെ ഇഷ്ടപ്പെടാനും ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്തോ അവൾക്ക് അതുള്ളിൽ നിന്നും തോന്നിയതേയില്ല. ഒരു പരിമൃഗം പോലെ അവൾ അവന് കിടന്നു കൊടുത്തു. ശേഷം ആ രാത്രിയിൽ പിന്നെ സംഭവിച്ച് അവളുടെ നിലവിളിയായിരുന്നു. എന്നാൽ സെമീറിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ അലിവും അവൾക്ക് ലഭിച്ചില്ല. എല്ലാം കഴിഞ്ഞ് അവൻ കൂർക്കം വലിച്ചുറങ്ങി. വലിച്ചെറിയപ്പെട്ട തന്റെ വസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് അവൾ കട്ടിലിന്റെ കാലിൽ നിന്ന് കരഞ്ഞു. അവൾക്കപ്പോൾ ഉമ്മയുടെയും സഹോദരങ്ങളുടെയും മുഖം തെളിഞ്ഞു വന്നു. ഉമ്മ, എനിക്കിവിടെ പേടിയാവുന്നു, എന്നെ കൂട്ടിക്കൊണ്ടുപോ. വാപ്പ, എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല. വാപ്പ എന്ന് ഉമ്മയോട് പറയും എന്നെ കൊണ്ടുപോവാൻ. അവൾ മുകളിലേക്ക് നോക്കി പുലമ്പിക്കൊണ്ടിരുന്നു. സെമീറിന്റെ നഖം കൊണ്ടുള്ള മാന്തലിൽ അവളുടെ തൊടുത്ത ശരീരത്തിലേറെ സ്ക്രാച്ചുകളുണ്ടായി. ബാത്റൂമിൽ നിന്ന് ഊർന്നിറങ്ങുന്ന വെള്ളത്തിൽ അവളുടെ ശരീരം നീറിപ്പൊളഞ്ഞു. നേരം പുലരാറായി. അവൾ പുറത്ത് നല്ല മഴ പെയ്യുന്നതിനാൽ അത് കണ്ടുകൊണ്ട് നിന്നു. അവരുടെ മുറിയുടെ ജനൽവശത്തായി വലിയൊരു പിച്ചി വള്ളി പടർന്ന് പൂത്ത് നിൽപ്പുണ്ടായിരുന്നു. പൂ വിരിഞ്ഞ് അതിന്റെ മണമാകെ ആ മുറിയിൽ പരന്നു. വീണ്ടും ഭൂതകാലത്തിലേക്ക്. പിറ്റേന്ന് സുമിയുമായി കോളേജ് ലേഡീസ് റൂമിൽ രാവിലെ തന്നെ പോയി. മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച ആയതിനാൽ കമ്മ്യൂണിറ്റി ഹാളിൽ മാസം നടക്കുകയായിരുന്നു. അവരത് കട്ട് ചെയ്തു. കൊണ്ടുവാ മോളെ, കാണട്ടെ. മയിലാട്ടം പാത്രിക്കേ, കൊയിലാട്ടം പാത്രിക്കേ, ഇത് എന്നാത്ത ചാതിരൊന്നും പാത്തിട്ടതാ ബാക്കിയല്ലാമേ. അവൾ ആവേശപുളകിതയായി ചോദിച്ചു. നാദിയ നെറ്റിൽ ഊർന്നിറങ്ങിയ വിയർപ്പ് കണങ്ങൾ ഒപ്പിക്കൊണ്ട് ഫോണിൽ നിന്നും കണ്ണെടുക്കാതിരുന്നു. ലേഡീസ് റൂമിന്റെ വാതിലാരോ തട്ടുന്ന ശബ്ദം കേട്ടിട്ട് രണ്ടുപേരൊന്നും ഭയന്നു. നീ പേടിക്കാരി, അത് ഏതെങ്കിലും പെമ്പിള്ളേരിക്കാനായിരിക്കും, സുമി ഗമയിൽ പറഞ്ഞു. യെസ് കമീൻ. ആരാകത്ത്? ഒന്ന് പുറത്തു വന്നേ. പുറത്തു നിന്നുള്ള ഫാദറിന്റെ ശബ്ദം കേട്ടതും രണ്ടിന്റെയും വായിൽ കൂടി പുക പോയി. എന്റെ റബ്ബേ, തൊലഞ്ഞു. ഇങ്ങനെ പാറി ഇങ്ങോട്ട് കെട്ടിയെടുത്തേ, നാദിയ വെപ്രാളത്തോടെ പറഞ്ഞു. രണ്ടുപേരും ലേഡീസ് റൂമിന്റെ വെളിയിൽ വന്നു. ഫാദർ കയ്യിലൊരു വടിയുമായി നിൽക്കുന്നു. സൽവേ പത്തർ, രണ്ടുപേരും ഫാദറിനോട് പറഞ്ഞു. സൽവേ എന്താ ഇവിടെ? മാസിന് പോയില്ലേ? എല്ലാവരും പോണെന്ന് പറഞ്ഞിട്ടുള്ളല്ലേ? ഫാദർ ദേഷ്യത്തോടെ ചോദിച്ചു. ആകെ പോട്ടെ, ഇയാൾക്ക് എന്താ പനിയാണോ? ആകെ ഒരു വല്ലായ്മ. ഫാദർ നാദിയെ നോക്കി ചോദിച്ചു. അത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാ ഫാദർ. സുമി ഓർക്കാതെ അങ്ങ് പറഞ്ഞുപോയി. എന്ത്? ഫാദർ ചോദിച്ചു. അപ്പോഴാണ് അമളി പറ്റിയെന്ന് സുമിക്ക് മനസ്സിലായത്. അവൾ നാവ് അടിച്ചുകൊണ്ട് പറഞ്ഞു. അത് ഫാദർ, യന്ത്രം. യന്ത്രോ? ഫാദർ സംശയബാധയിൽ ചോദിച്ചു. അതെ ഫാദർ, ഇവൾക്ക് ഭയങ്കര കോൾഡ്, അതുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് ആവി പിടിക്കുന്ന യന്ത്രമില്ലേ, സ്റ്റീമർ, അത് ഞാൻ കൊണ്ടുവന്നു. അത് കണ്ട് പേടിച്ചതാ ഇവള്, സുമി കിതച്ചുകൊണ്ട് പറഞ്ഞു. എവിടെ കൊണ്ടുവരൂ, ഞാൻ നോക്കട്ടെ. ഫാദർ പറഞ്ഞു. അയ്യോ ഫാദർ, അത് അകത്തിരുന്ന് തിളക്കിയാണ്, തൊട്ടാ പൊള്ളും. മുഖത്തൊരു ഭാവഭേദമില്ലാതെ അവൾ പറഞ്ഞു. നാദിയാണെങ്കിൽ ഇതെല്ലാം വർദ്ധിച്ചു വന്ന നെഞ്ചിരിപ്പോടെ കേട്ടുകൊണ്ട് നിന്നു. ഓക്കെ ഓക്കെ, ടേക്ക് റെസ്റ്റ്, പോയിക്കോളൂ. ഫാദർ അതും പറഞ്ഞു പോയി. അതുവരെ കടിച്ചെടുത്തിരുന്ന ചിരി അവൾ കുടുകൂടെ ചിരിച്ചു. നാദിയ അവളുടെ തലക്കിട്ടൊരു കൊട്ടുകൊടുത്തു. പെണ്ണെ, എന്റെ നല്ല ജീവൻ അങ്ങ് പോയിട്ടോ. എന്നാലും എന്റെ സുമി ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നിനക്ക് എങ്ങനെയാണ് നോണ പറയാൻ പറ്റുന്നേ? നാദിയ അവളുടെ നേരെ നോക്കി ചോദിച്ചു. അതെന്റെ ബർത്ത് സീക്രട്ടാ, ഞാൻ ആരോടും പറയില്ല, പരമ്പരയായിട്ട് കൈമാറി വന്ന സിദ്ധിയാ, അവൾ പറഞ്ഞുകൊണ്ട് റൂമിൽ പോയി. അന്നാണ് നാദിയ മനുഷ്യൻ തമ്മിൽ എങ്ങനെയാണ് ലവ് മേക്ക് ചെയ്യുന്നതെന്ന് കണ്ടത്. അവൾക്കതൊരു പുതിയ അറിവായിരുന്നു. ജനലിൽ ചാരി നിന്നിരുന്ന നാദിയുടെ മുഖത്ത് ഒരു ചെറുചിരി വിരിഞ്ഞു. രാവിലെ എണീറ്റ് കുളിച്ച് തലയിൽ തോർത്തും ചുറ്റി പുതിയൊരു നൈറ്റി ഇട്ടുകൊണ്ട് അവൾ അടുക്കളയിൽ ചെന്നു. അവിടെ സെമീറിന്റെ ഉമ്മ പണികൾ ഓരോന്നും ചെയ്യുകയായിരുന്നു. ആ മോളെ എണീറ്റോ? അവൻ ഇന്നലെ എപ്പോഴാ വന്നേ മോളെ? അവർ തിരക്കി. 12 മണി കഴിഞ്ഞു ഉമ്മ, അവൾ മറുപടി പറഞ്ഞു. മോളെ, അവന് ഇനി നീ വേണം ശ്രദ്ധിക്കാൻ കേട്ടോ. ചെറിയൊരു മുൻകോപി അവൻ, പക്ഷെ ശുദ്ധനായേട്ടോ. അവരതും പറഞ്ഞുകൊണ്ടൊരു കപ്പ് ചായ പകർന്ന് അവൾ കൊടുത്തു. അവന് കൊണ്ടുപോയി കൊടുക്ക്, ഉമ്മ പറഞ്ഞു. ഗോവണി കയറുമ്പോൾ മനസ്സിൽ 100 ചിന്തകളായിരുന്നു. അവൻ ഇന്നലെ കാണിച്ച പ്രവൃത്തികൾ എല്ലാത്തിനും തന്നോട് സോറി പറയും, തന്നെ ചേർത്ത് പിടിക്കും, തൻ്റെ ദേഹത്തുണ്ടാക്കിയ മുറിവുകൾ കാണിച്ച് തനിക്ക് പരിഭവം പറയണമെന്നൊക്കെ. നാദിയ മുറിയിലെത്തിയപ്പോൾ സമീർ വലിയ ആലോചനയിലായിരുന്നു. അവൾ മുറിയിൽ കയറിയുടനെ അവൻ വാതിലടച്ചു. അവളുടെ കയ്യിൽ നിന്നും കപ്പ് വാങ്ങി മേശയിൽ വെച്ച ശേഷം അവൻ അവളുടെ മുടിക്കുത്തിന് വലിച്ചു. ശേഷം കട്ടിലിനെ അഭിമുഖമായി നിർത്തിക്കൊണ്ട് അവൻ മുരണ്ടു. എവിടെയാടി? അതും പറഞ്ഞ് അവൻ അവളെ ആഞ്ഞു തള്ളി. എന്ത്? അവൾ വർദ്ധിച്ചു വന്ന ഭയത്തോടെ ചോദിച്ചു. നീ കന്യകയായിരുന്നു തെളിയിക്കാനുള്ള അടയാളം എവിടെയെന്ന് അവൻ യാതൊരു അലിവുമില്ലാതെ ചോദിച്ചു. നാദിയയുടെ നെഞ്ചു പൊട്ടിപ്പോയി. താൻ ഇന്നലെ സഹിച്ച മരണവേദന, എന്നിട്ടും അവന്റെ വായിൽ നിന്ന് ഇത് കേൾക്കേണ്ടി വന്നപ്പോൾ അവൾ തകർന്നുപോയി. ഇരുമിഴികളും നിറഞ്ഞൊഴുകി.
കണ്ടിടത്ത് മേഞ്ഞ ഓട്ടുകാലിയാണ് റബ്ബ് എന്റെ തലയിൽ വെച്ച് കിട്ടിയത്. ഞാൻ അന്നേ പറഞ്ഞ ഈ കോളേജിലൊക്കെ പഠിച്ചുകൊള്ളുന്ന എനിക്ക് വേണ്ടാന്ന്. ഉമ്മ കേൾക്കണ്ടേ? അതും പറഞ്ഞ് അവനവളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. എടീ, എന്നെ വിഡ്ഢിയാക്കിയെന്ന് നീ അനുഭവിക്കും. നിന്നെ ഞാൻ അനുഭവിപ്പിക്കും. നീ കരുതിയിരുന്നോ? അവനവളെ തള്ളി കട്ടിലിട്ടുകൊണ്ട് മുറി തുറന്നിറങ്ങിപ്പോയി. വീണ്ടും ഭൂതകാലത്തിലേക്കൊരു പോക്ക്. അന്ന് ലാറ്റിൻ ക്ലാസ് കെട്ടിയത് സുമിയുമായി ഗുൽമോഹർ മരച്ചോട്ടിലിരിക്കായിരുന്നു നാദിയ. ഈ പെണ്ണെ, സുമി വിളിച്ചു. പറ. നാദിയ പുസ്തകത്തിൽ നിന്നും കണ്ണെടുക്കാതെ പറഞ്ഞു. ഇന്നലെ ഇപ്പൊ മാരേജ് ചെയ്യുന്ന നമ്മുടെ ഷിബിന് വന്നിരി ക്ലാസ്സിൽ. സുമി ഉത്സാഹത്തോടെ പറഞ്ഞു. അതിനെന്താ? നാദിയ ചോദിച്ചു. എടി പൊട്ടി, എടി ബുദ്ധു, നീ ഇങ്ങനെ പുസ്തകം വായിച്ചിരുന്നോ? നിന്റെ മാത്തിലുള്ള പെമ്പിൾ ഇതേ കെട്ടിപ്പോകുന്നു. നീ ഇങ്ങനെ അലുവേദ ഉലുവേദ എന്നറിയാൻ നടന്നോ? അവൾ ശാസനയെന്നോണം പറഞ്ഞു നിർത്തി. നാദിയ പുസ്തകം മടക്കി വെച്ചുകൊണ്ട് സുമിയോട് ചോദിച്ചു. ഞാൻ എന്താ വേണ്ടത്, നീ പറ. എടി, അവളിന്ന് എക്കണോമിക് ക്ലാസ്സിൽ വെച്ച് ഞങ്ങളോട് ചിലത് പറഞ്ഞു. സുമി ആവേശത്തോടെ പറഞ്ഞു. എന്ത്? നാദിയയുടെ കണ്ണുകൾ വിടർന്നു. എടി, ഞാനാ കേട്ട് ഷോക്കായിട്ടേ. സുമി പറഞ്ഞു. എന്താന്ന് പറഞ്ഞു നോക്കടി, എനിക്ക് നെഞ്ചുവേദനിക്കുന്നു. വെപ്രാളത്തോടെ നാദിയ കാര്യം തിരക്കി. എടി, ഈ ലവ് മേക്കിങ് ഈ യുദ്ധഭൂമിയിൽ രക്തം ചെയ്യുന്ന പരിപാടിയാ. എന്ത്? നാദിയ തളർന്നിരുന്നു പോയി. അവൾ നിഷ്കളങ്കമായി ചോദിച്ചു. കൊല്ലുവോ നമ്മളെ അവര്? അവളുടെ ചോദ്യം സുമിയിലൊരു ചിരി വിടർത്തി. നിന്റെ ഒരു കാര്യം, എടി, അത്രക്കൊന്നും ഉണ്ടാവില്ല, ഒരല്പം മാത്രം. നീ പേടിക്കണ്ട, നമ്മുടെ ആസുമാരെ നമ്മുടെ കയ്യിൽ വെച്ച് താങ്ങും. അവര് നമുക്ക് നേരിടുന്ന ഓരോ വേദനയ്ക്കും നമ്മോട് ഒരു 100 സോറി പറയും. നീ പേടിക്കേണ്ട പെണ്ണേ. അവൾ കൂട്ടുകാരെ സമാധാനിപ്പിച്ചു. കോളേജ് ബെൽ മുഴങ്ങി. സുമി പറഞ്ഞു. എടി, ബേണി സാറിന്റെ ക്ലാസ്സാണ്, ഞാൻ പോകുന്നേ. അവൻ പറഞ്ഞു പോകുന്നവളെ നോക്കിയിരുന്ന നാദിയ. അവൾ കട്ടിൽ മലർന്നു കിടന്ന് കണ്ണീർ വാർത്തു. ഒരു തുള്ളി ചോര കാണാത്തതുകൊണ്ടാണോ തന്റെ എല്ലാം ആകേണ്ടവൻ തന്നോട് ഇത്രയും ദേഷ്യപ്പെട്ടു പോയത്? അവളുടെ ഹൃദയം പിടഞ്ഞു. കണ്ണീർ തൊണ്ടയിൽ കുടുങ്ങിക്കിടന്നു. അവൾ ശ്വാസമെടുക്കാൻ പാടുവിട്ടു. എപ്പോഴോ അവളൊന്ന് മയങ്ങിപ്പോയി. നാദിയ ഫോണെടുത്ത് ഉമ്മയെ വിളിച്ചു. ഈ വീട്ടിൽ വന്നതിന് ശേഷം ഉമ്മയെ വിളിക്കുന്ന ഇപ്പോൾ കുറവാണ്. ഹലോ മോളെ. ആവശ്യം നിറഞ്ഞ സ്വരം മറുതലക്കൽ. ഉമ്മ. നാദിയ ഹൃദയം നൊന്ന് കരഞ്ഞു. എന്തിനാ എൻ്റെ മോള് കരയുന്നത്? ഉമ്മ ഇപ്പോൾ ഓക്കെയാ. നിന്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ നല്ലവരായതുകൊണ്ടല്ലേ അവർ നമുക്ക് മഹർ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നിന്റെ മോളെ നിക്കാഹ് ചെയ്തു. ഉമ്മ അഭിമാനത്തോടെ പറഞ്ഞു. അല്ലായിരുന്നെങ്കിൽ നിന്റെ ഹൃദയരോഗിയായിട്ടുള്ള ഈ ഉമ്മ ഇപ്പൊ ഭൂമിയിൽ കാണില്ലായിരുന്നു മോളെ. നിന്റെ ഇളയതുങ്ങളെ കൂടി ഉമ്മാക്കി ഇനി കരയേറ്റണം. മോളെ, നിനക്ക് സുഖാണോ? ഉമ്മ തിരക്കി. ഉമ്മ മരുന്നോ കൃത്യമായിട്ട് കഴിക്കണം. നൂറയുടെ അടുത്ത് പറയണ എടുത്തു തരാൻ. എനിക്കിവിടെ വളരെ സന്തോഷം. ഞാനൊരു ദിവസം ഉമ്മയെ കാണാൻ വരാം. ശേഷം സലാം പറഞ്ഞ് കോള് കട്ട് ചെയ്തു. അവളുടെ കണ്ണുനീർ ചാലിട്ടൊഴുകി. സമീറിന്റെ കുടുംബം സമ്പന്നമായ ഒന്നായിരുന്നു. തന്റെ മകന് വേണ്ടി അവർക്ക് ചേർന്ന പോലെയുള്ള ഒരു ബന്ധവുമാണ് തെരഞ്ഞെടുത്തത്. എന്നാൽ വിവാഹത്തിന് 2 ദിവസം ബാക്കി നിൽക്കെ ആ പെൺകുട്ടി മറ്റൊരു പയ്യനുമായി ഒളിച്ചോടി പോവുകയാണ് ഉണ്ടായത്. ഇത് സമീറിനും സമീറിന്റെ കുടുംബത്തിന് ഏറ്റ അപമാനം വളരെ വലുതായിരുന്നു. അങ്ങനെയാണ് പറഞ്ഞ ദിവസം വിവാഹം നടത്താൻ വേണ്ടി ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ തെരഞ്ഞെടുത്ത്. ആദ്യം വിവാഹം കഴിക്കാവുന്ന പെൺവീട്ടുകാരിൽ നിന്നും വാങ്ങിയ മാനനഷ്ടത്തിന്റെ പണമാണ് നാദിയുടെ വീട്ടിലെ സാഹചര്യം മനസ്സിലാക്കി അവളുടെ ഉമ്മാക്ക് ഓപ്പറേഷന് വേണ്ടി നൽകുകയും 2 ദിവസം കൊണ്ട് ആ വിവാഹം നടത്തുകയും ചെയ്തു. സമീറിന്റെ ആലോചന കൊണ്ടുവന്ന ബ്രോക്കർ പറഞ്ഞു. നല്ല കൊമ്പത്തെ സമ്മത. നോക്ക് നാദിറ, ഉമ്മ, നിങ്ങളെ കഷ്ടപ്പാടെല്ലാം ഇതോടെ തീരും. പോരാത്തിന് 5 ലക്ഷം ഉറുപ്പ്യാണ് ഓലിങ്ങൾക്ക് തരുന്നത്. നിങ്ങളെ ഹോസ്പിറ്റൽ ചെലവിന് അത് ഉപകരിക്കും. അത് കേട്ടുന്ന നാദിയ സമ്മതിച്ചു. തന്നിലൂടെ തന്റെ കുടുംബത്തിനൊരു സഹായം ലഭിക്കുന്നുവെങ്കിൽ തനിക്ക് അറവുമാടാവുന്നതിന് സമ്മതമായിരുന്നു. പിന്നീടെല്ലാം ചടപടയും നടന്നു. മോളെ നാദിയ. സമീറിന്റെ ഉമ്മയുടെ വിളി കേട്ടിട്ടാണ് അവൾ മയക്കത്തിൽ നിന്ന് ഞെട്ടിണീറ്റ്. അന്നേ ദിവസം പിന്നെ പകലൊന്നും സമീറിനെ കണ്ടതേയില്ല. എന്നത്തെയും പോലെ അന്നും അവൻ നല്ല നേരം വൈകിയാണ് വന്നത്. കട്ടിലിന്റെ അറ്റത്ത് അവൾ ഇരുന്ന് ഉറക്കം തൂങ്ങിപ്പോയി. ശരീരം മദ്യത്തിൽ മുക്കിക്കൊണ്ട് അവൻ വന്നു. അവന്റെ ചുണ്ടിലെരിയുന്ന സിഗരറ്റ് ഉണ്ടായിരുന്നു. വാതിൽ പാതി തുറന്നിട്ടിരുന്നതിനാൽ അവൻ വന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. അവൻ വിളിച്ചു. പക്ഷേ ക്ഷീണം കാരണം അവൾ അറിഞ്ഞതേയില്ല. അവനെ അത് ചൊടിപ്പിച്ചു. അവൻ കയ്യിലെരിയുന്ന സിഗരറ്റ് എടുത്ത് അവളുടെ തുടയിൽ കുത്തി അണച്ചു. ഉമ്മാ! അവൾ വേദന കൊണ്ട് അലറി വിളിച്ചു. ഉടനെ തന്നെ അവൻ അവളുടെ വായു പൊത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഒച്ച ഉണ്ടായി പോരുത്. വേദനിച്ചാൽ സഹിക്കാൻ പിടിക്കണം, അല്ലാതെ ഇങ്ങനെ കിടന്ന് അലറരുത്. അവന്റെ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ ഒരു കരിങ്കല്ലി ചീൾ കൊണ്ട് വരഞ്ഞ പോലെ തോന്നി. എടീ, എന്നെ ചതിച്ച ആരും ഞാൻ വെറുതെ വിടില്ല. ഇപ്പൊ എന്നെ ചതിച്ചവരിൽ മുന്നിൽ നിൽക്കുന്നവളാ നീ. നിന്നെ ഞാൻ അണുവായി നശിപ്പിക്കും, കരയിപ്പിക്കും. നീ നോയിക്കോ. അതും പറഞ്ഞ് അവൻ കട്ടിൽ മലർന്നു കിടന്നു. ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്ത്? നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ ദയവ് ചെയ്തിട്ട് എന്നെ ഒരു ലേഡി ഡോക്ടറെ കാണിക്കും. അല്ലാതെ മനസ്സിൽ സംശയം വെച്ചിട്ട് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല. അവൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ ഇരുമിഴികളും നിറഞ്ഞു തൂവി. പക്ഷെ അവളുടെ കണ്ണുനീരും മനസ്സും കാണാനുള്ള കണ്ണവനില്ലായിരുന്നു. നാദിയുടെ വാക്കുകൾ അവനെ കൂടുതൽ ചൊടിപ്പിച്ചു. അവൻ ചാടിണീറ്റ് വന്ന് അവളെ പൊതിരെ തള്ളി. എന്റെ അടുത്ത് കായർത്ത് സംസാരിക്കാറുണ്ട്. നീ ചേരി കിടന്ന് ജീവിച്ച നീയൊക്കെ എന്നോട് സംസാരിക്കുന്നോ? നിന്നെ എന്റെ ഇഷ്ടങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ തന്നെയാടി രൂപ 5 ലക്ഷം നിന്റെ തള്ളക്ക് ഞാൻ എണ്ണി നൽകിയത്.
നിന്നെ ഞാൻ ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ? എന്നിട്ട് വേണം നിനക്ക് എന്നെ അപമാനിക്കാനല്ലേ? നിന്നെ പോലെ ചേരിയിലും ലക്ഷം വീട് കോളനിയിലും കിടന്ന് വളർന്നവനല്ലേ ഞാൻ. അതും പറഞ്ഞ് അവൻ കട്ടിൽ പോയി കിടന്നുറങ്ങി. തന്റെ സന്തോഷങ്ങളുടെ താക്കോലെങ്ങോ നഷ്ടപ്പെട്ട പോലെ തോന്നി അവൾക്ക്. ആ മണിമാളിക സ്വർണത്തിൽ തീർത്ത തുറങ്കൽ പോലെയും. അങ്ങനെ പല യാമങ്ങൾ അവൾ അവന്റെ പീഡനങ്ങൾ സഹിച്ചു. ആരും അറിയാതെ അവൾ കണ്ണീർ വാർത്തുകൊണ്ടേയിരുന്നു. 2 മാസത്തിന് ശേഷം ശരീരത്തിന് വല്ലാത്ത ക്ഷീണവും തളർച്ചയും തോന്നിയിട്ടാണ് ഹോസ്പിറ്റലിൽ പോയത്. സമീറിന്റെ ഉമ്മയും കൂട്ടിയാണ് പോയത്. നാദിയെ പരിശോധിച്ച ശേഷം ഡോക്ടർ പറഞ്ഞു, ഷീസ് എക്സ്പെക്റ്റിംഗ്. സമീറിന്റെ ഉമ്മാക്ക് ആദ്യം സന്തോഷമായിരുന്നെങ്കിലും അവരുടെ മനസ്സ് കലുഷിതമായിരുന്നു. ഓനെ സമീറെ, നിന്റെ നിക്കാൻ വേണ്ടി 2 മാസം ആവാൻ പോകുന്നല്ലേ ഉള്ളൂ. നിന്റെ ഭാര്യയ്ക്ക് വിശേഷം ഉണ്ടെന്ന്. അവളിവിടെ വന്നിട്ട് മാസം മുറ തെറ്റിയിട്ട് കൂടിയില്ല. പിന്നെ എങ്ങനെയാ അത് ശരിയാവും? ആ ഒരു സംശയത്തിന്റെ തീ കോരി അവന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തു. ആ മോനെ, അവളെ നല്ലപോലെ ശ്രദ്ധിക്കാൻ പറഞ്ഞു ഡോക്ടർ കേട്ടോ. അവരാതും പറഞ്ഞ് അവളും തന്റെ മുറിയിലേക്ക് പോയി. സമീർ നേരെ പോയത് അവന്റെ മാമച്ചിയുടെ അടുത്തേക്കാണ്. ഉമ്മയുടെ അവിവാഹിതനായ ആങ്ങളെയായിരുന്നു അവന്റെ മാമച്ചി. മാമച്ചി അവളെന്റെ ജീവിതം തുലച്ചു. അവൾ മറ്റാരുടെ കൊച്ചിനെ വായിട്ടിട്ടുണ്ടോ എന്റെ ഭാര്യയായിട്ട് വന്ന്? മാമച്ചി, അവൾ എനിക്കൊരു പാഠം പഠിപ്പിക്കണം. എന്നെ ചതിച്ച് അവളുടെ ശിക്ഷ ഞാൻ അവൾക്ക് കൊടുക്കും. മാമച്ചി നോയിക്കോ. അവനതും പറഞ്ഞ് മുന്നിലിരുന്ന ഗ്ലാസ്സിലെ മധ്യ അകത്താക്കി. നീയൊന്ന് അടങ്ങ് സമീറെ, ഞമ്മക്ക് വഴിയുണ്ടാക്കാം. കണ്ണിൽ നിറയെ വന്യതയുമായി അയാൾ തന്നെ മഞ്ഞക്കറ പിടിച്ച പല്ലുകൾ പുറത്ത് കാണിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അയാളുടെ ഉള്ളിൽ നിറയെ ഗൂഢമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അന്ന് രാത്രി സമീർ പതിവിലും വ്യത്യസ്തമായിട്ടാണ് പെരുമാറിയത്. നാദിയെ അത് അത്ഭുതപ്പെടുത്തി. എന്റെ മോളെ ഈക്കാനോട് പൊറുക്കണം കേട്ടോ. എന്തായാലും എന്റെ മോളിനി ഭാരിച്ച പണിയൊന്നും ചെയ്യണ്ട. അവൾക്ക് തന്റെ കണ്ണുകളെയും കാതുകളെയും വിശ്വസിക്കാനായില്ല. കളഞ്ഞു പോയതെന്തോ തിരിച്ചു കിട്ടിയ സന്തോഷമായിരുന്നു അവൾക്ക്. അന്ന് അവൾ നന്നായി ഉറങ്ങി. ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി ഒരു 100 സ്വപ്നം കണ്ടു. എന്നാൽ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ള വ്യക്തമായ പ്ലാൻ സമീറിനുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ നാദി എണീക്കുമ്പ് തന്നെ സമീർ എണീറ്റിരുന്നു. അവന്റെ ഗോവണിയുടെ ഒരു പടിയിൽ ഒരു ആണി അടിച്ചു വെച്ചു. ശേഷം ഒന്നും സംഭവിക്കാത്ത പോലെ അവൻ അവളോടൊപ്പം കിടന്നുറങ്ങി. രാവിലെ നേരത്തെ എണീറ്റ് അവൻ താഴെയെത്തി അവളെ വിളിച്ചു. നാദിയ, എന്റെ ഫയലൊന്ന് എടുത്തുകൊണ്ട് വരുമോ പ്ലീസ്? ഞാൻ അവിടെ വെച്ച് മറന്നു. കുളിച്ചിട്ടിറങ്ങിയ നാദിയ തനിക്കൊരുക്കിയ ചതിയറിയാതെ അവന്റെ ഫയൽ എടുത്തുകൊണ്ട് താഴേക്ക് ഓടി വന്നു. 3ാമത്തെ പടിയിൽ കാൽ വെച്ചതും ആണി കൊണ്ടപ്പോൾ അവളാകെ പതറിപ്പോയി. സ്റ്റെപ്പിൽ നിന്നും ബാലൻസ് കിട്ടാതെ അവൾ വഴുതി താഴേക്ക് വീണു. അവളുടെ ഒരു നിലവിളിയാണ് പിന്നീട് കേട്ടത്. അവളുടെ നിലവിളി ഒരു ആനന്ദ പോലെ സമീർ പൂമുഖത്തിരുന്ന് കേട്ടുകൊണ്ടിരുന്നു. നാദിക തന്റെ ബോധം മറിയുന്ന പോലെ തോന്നി. അവൾക്ക് എന്തോ തന്റെ കാൽ കൂടി ഒഴുകുന്ന പോലെ തോന്നി. അവൾ അബോധാവസ്ഥയിലും എന്റെ കുഞ്ഞെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നീട് നീണ്ടുന്ന ഓപ്പറേഷന് ശേഷം അവൾ റൂമിലേക്ക് മാറ്റി. ഡോക്ടർ സമീറിനോടും ഉമ്മയോടും പറഞ്ഞു, ഞാൻ അന്നേ പറഞ്ഞില്ല ആ കുട്ടിയുടെ കണ്ടീഷൻ വളരെ മോശമാണെന്ന്. റെസ്റ്റ് എടുപ്പിക്കണമെന്നൊക്കെ. നിങ്ങളത് ഫോളോ ചെയ്തില്ലല്ലേ? ഡോക്ടർ ദേഷ്യത്തോടെ ചോദിച്ചു. ഐ ആം സോറി മിസ്റ്റർ സമീർ. ആ വീഴ്ചയിൽ നിങ്ങളുടെ ഭാര്യയുടെ ഫെലോപ്പിയൻ ട്യൂബ് ഡാമേജ് ആയി. അവൾക്ക് ഇനി പ്രസവിക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് അവളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഫെലോപ്പിയൻ ട്യൂബ് റിമൂവ് ചെയ്യേണ്ടി വന്നു. സമീർ ഡോക്ടറുടെ വാക്കുകൾ ആനന്ദമുണ്ടാക്കി. അവൻ ആഗ്രഹിച്ചതിനെ സംഭവിച്ചല്ലോ എന്ന ചിന്ത അവൻ്റെ ഉള്ളിൽ നിന്ന് ആർത്ത് വിളിച്ചു. കുഞ്ഞ് നഷ്ടമായി എന്ന വാർത്ത നല്ല ഭംഗിയിൽ തന്നെ സമീർ അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു. മോളെ, സാരമില്ല, നമുക്ക് റബ്ബ് വേറെ കുഞ്ഞുങ്ങളെ തരും. നീ സമാധാനപ്പെടുക. അവളൊന്നും മിണ്ടിയില്ല. മനസ്സിന് വേദനിച്ചപ്പോൾ കണ്ണതിൻ്റെ പ്രതിഷേധം കണ്ണുനീരായി അറിയിച്ചു. ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് മനസ്സും കണ്ണുമായിട്ടുള്ള ആത്മബന്ധം. ഒരാൾക്ക് വേദനിച്ചാൽ മറ്റേയാൾ കണ്ണീർ പൊഴിച്ചിരിക്കും. ദിവസങ്ങൾ കടന്നുപോയി. മാമച്ചിയുടെ എൻട്രി. തറവാട് മുറ്റത്തൊരു ഇന്നോവ കാർ വന്നിരുന്നു. അതിൽ നിന്നും പ്രായം 50-നടുത്ത് തോന്നിക്കുന്ന ഒരു മധ്യവയസ്കൻ ഇറങ്ങി വന്നു. സമീർ ഉമ്മയും വലിയ സന്തോഷത്തോടെ അയാളെ വരവേറ്റു. നാദിയ ഈ രംഗങ്ങളെല്ലാം തന്നെയും ജനലിലൂടെ നോക്കിക്കണ്ടു. എവിടെ നിന്റെ മരുമകള്? ഞാനൊന്ന് കാണട്ടെ. സമീറിന്റെ ഉമ്മയോട് അയാൾ പറഞ്ഞു. മോളെ നാദിയ, ഇങ്ങ് വന്നേ, നിന്നെ ഒരാൾ കാണാൻ വന്നിരിക്കണു. ഉമ്മ ഉമ്മർത്തിന്ന് വിളിച്ചു പറഞ്ഞു. നാദിയ വന്ന് സലാം പറഞ്ഞു. അയാളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അവളെ കണ്ടതും അയാളുടെ വായ തുറന്നുപോയി. അവളുടെ മേനി കണ്ട അയാളിൽ കൊതിയൂറി. ഒരു ദിവസമെങ്കിലും അവളെ ഒന്ന് കാമിക്കണമെന്ന് തോന്നിപ്പോയി. ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ വെച്ചിട്ടാണോ തൻ്റെ മണ്ടനായ മരുമോൻ തൻ്റെ അടുത്ത് ഇത്രയും കുറ്റങ്ങൾ പറഞ്ഞ്? അന്ന് ആദ്യമായി അയാൾക്ക് തൻ്റെ മരുമോൻ്റെ അടുത്ത് ദേഷ്യം തോന്നി. നാദിയ അധിക നേരം അവിടെ നിന്നില്ല. എന്തോ അവൾക്ക് അയാളുടെ നോട്ടത്തെ തടയാനുള്ള ശക്തി ഉണ്ടായില്ല. അവൾ നേരെ മുറിയിലേക്ക് പോയി. കുഞ്ഞു പോയതിൽ പിന്നെ ഡിപ്രഷനിലാണ് അവൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. സമീർ മുറിയിലേക്ക് വന്നപ്പോഴാണ് അയാളെക്കുറിച്ച് ചോദിച്ചത്. ആരാധിക്ക, പുള്ളി നീ ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത്? ചോദ്യങ്ങൾ സമീറിനോടായതുകൊണ്ട് അവളൊന്നും മടിച്ചുകൊണ്ട് ചോദിച്ചു. അതെ, എന്തേ, നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? എൻ്റെ മാമച്ചി എൻ്റെ റോൾ മോഡൽ. ആ മനുഷ്യനെ പോലത്തെ നല്ലൊരു മനുഷ്യൻ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ വഴികാട്ടിയാ ആ വലിയ മനുഷ്യൻ. അവൻ്റെ പുകഴ്ത്തൽ കേട്ടതോടെ അവൾ പിന്നെ വേറൊന്നും ചോദിച്ചില്ല. സമീർ ഓഫീസിൽ പോയ ശേഷം നാദിയയും ഉമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മോളെ നാദിയ, മാമച്ചിക്ക് ഇത്തിരി വെള്ളം കൊണ്ടുപോവാ. അയാൾ തന്നെ മുറിയിൽ നിന്നുകൊണ്ട് അവളെ വിളിച്ചു. നാദിയ മോളെ, മായിന് ഇത്തിരി വെള്ളം കൊടുക്കുക. അവൻ യാത്ര ചെയ്ത് തളർന്നു വന്നല്ലേ, ക്ഷീണം കാണും, ഉമ്മ പറഞ്ഞു. നാദിയ ഒരു ഗ്ലാസ് വെള്ളവുമായി മാമച്ചിയുടെ മുറിയിലേക്ക് ചെന്നു. ഇതാ വെള്ളം,
അവൾ അയാൾക്ക് നേരെ കൈ നീട്ടി. അയാൾ അവളുടെ കൈ കവർന്നെടുത്തു. അയാളുടെ ആ പ്രവൃത്തി അവൾക്ക് തീരെ ഇഷ്ടമായില്ല. അവൾ അയാളുടെ സ്പർശനയേറ്റ ഭാഗത്ത് തൻ്റെ തുണിയിൽ ഉരച്ചുകൊണ്ടിരുന്നു. അവൾ തിരികെ പോവാൻ തുനിയവേ. മോളൊന്ന് ഇവിടെ വന്നിരിക്കുക. അയാൾ കട്ടിലേക്ക് അവളോട് ആവശ്യപ്പെട്ടു. അയാളുടെ കണ്ണുകൾ മാംസം കൊതിക്കുന്ന ഒരു മൃഗത്തിനെ പോലെ തോന്നി. വേണ്ട, ഞാനിവിടെ നിന്നോളാം. മോളെ, എനിക്ക് നീയും സമീറും തമ്മിലുള്ള എല്ലാ വിഷയങ്ങളും അറിയാം. ഈ മാമച്ചിക്ക് വളച്ചൊടിച്ച് പറയുന്ന സ്വഭാവമില്ല. അതുകൊണ്ട് പറയുക, മോളിന്ന് എൻ്റെ പെങ്ങൾ ഉറങ്ങിക്കഴിയുമ്പോൾ എൻ്റെ മുറിയിലേക്ക് വരണം. എനിക്ക് മോളുടെ അടുത്ത് കുറച്ച് സംസാരിക്കാനുണ്ട്. മോൾക്കറിയോ, ഞാൻ പറഞ്ഞാൽ നിന്നെ സമീർ എല്ലാം മറന്ന് സ്നേഹിക്കും. അല്ലെങ്കിൽ നീ വീട്ടിൽ കിടന്ന് നരകിക്കും. മോള് പോയി നല്ലോണം ആലോചിച്ചു വാ. മോളെ, സമീർ തരാത്ത സ്നേഹം മോൾക്ക് ഈ മാമ തരാം. എനിക്കതിന് കഴിയും. ആ മണ്ടൻ നിന്നെപ്പോലൊരു പെണ്ണിനെ വെച്ചിട്ടാണോ ഇങ്ങനെ കുടിച്ച് നടക്കുന്നത്? വല്ലാത്ത കഷ്ടം തന്നെ. എൻ്റെ മോള് വരണം. ഈ മാമയുടെ കാത്തിരിക്കും. അയാൾ അതും പറഞ്ഞ് ബാത്റൂമിലേക്ക് പോയി. നാദിക്ക് അയാൾ പറഞ്ഞ വർത്തമാനം കേട്ട് ശരീരം നിശ്ചലമായ പോലെ തോന്നി. അവളുടെ മനസ്സിൽ താൻ എന്താ ഇത്രയും വൃത്തികേട്ടിട്ട് പ്രതികരിക്കാതെ വന്നു എന്നതിൽ അവളെ കുറ്റപ്പെടുത്തി. സുമിയുമായുള്ള പിണക്കം. കോളേജിന് ശേഷം രണ്ടുപേരും കൂടി ഒരു IT കമ്പനിയിൽ താൽക്കാലികമായി ജോലി നോക്കിയായിരുന്നു. ഒരു ദിവസം നാദി പറഞ്ഞു, സുമി, എൻ്റെ മാരേജ് ഫിക്സ് ചെയ്തു. സുമിക്ക് അത് ഉൾക്കൊള്ളാനായില്ല. നിനക്ക് എന്താ വേണ്ട, വല്ല ഭ്രാന്തുണ്ടോ? അത് 2 ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ മാരേജ് വേണ്ട നാദിയ. നീ ഞാനും ചെറിയ കുട്ടികളാ. നമുക്ക് ഇപ്പോഴും ഈ ഭാര്യ തലയിൽ വെക്കണോ? സുമി ദേഷ്യത്തോടെ ചോദിച്ചു. എടി, നിനക്കറിയാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ. എൻ്റെ ഉമ്മ ഒരു ഹാർട്ട് പേഷ്യൻ്റ്. അവരെൻ്റെ ഉമ്മാക്ക് ചികിത്സാ സഹായം ചെയ്യാമെന്ന് പറഞ്ഞു. എന്നെ കൂടെ എൻ്റെ ഉമ്മാക്കെങ്കിലും ഉപകാരം ഉണ്ടായിക്കോട്ടെ. നാദി വിഷമത്തോടെ പറഞ്ഞു. എടി, ഉമ്മയുടെ അസുഖത്തിൻ്റെ കാശ് നമുക്ക് എങ്ങനെയും ഉണ്ടാക്കാം. അതിന് നീ എന്തിനാ ഇങ്ങനൊരു അബദ്ധം കാണിക്കുന്നത്? നമുക്കറിയില്ല ചെറുക്കൻ്റെ ക്യാരക്ടറൊന്നും. ഇത് വേണ്ട നാദിയ. നീ മാരേജിന് സമ്മതിച്ചതിനോട് ഇനി മിണ്ടരുത്. നീ ഞാൻ തമ്മിലുള്ള ബന്ധത്തോടെ കഴിയും. അവൾ താക്കിയെന്നോണം പറഞ്ഞു. സുമി, എനിക്കിത് ചെയ്തേ പറ്റുള്ളൂ. ഐ ആം സോറി. നാദിയ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. സുമി വർദ്ധിച്ചു വന്ന ദേഷ്യത്തോടെ അവളുടെ കയ്യും തട്ടി മാറ്റിക്കൊണ്ട് പോയി. അന്ന് കണ്ടതാണ് സുമി അവസാനമായിട്ട്. പിന്നെ ഇതുവരെ കണ്ടിട്ടില്ല. അന്വേഷിച്ചപ്പോൾ അവൾ അബ്രോഡ് പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അന്ന് ഒത്തിരി കരഞ്ഞതാണ് അവൾക്ക് വേണ്ടി. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് പോയി. നാദിയ അവളുടെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടേയിരുന്നു. അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. അയാൾ തന്റെ മുറിയിൽ നിന്നും വരുത്തിക്കൊണ്ട് ചുമച്ചുകൊണ്ടിരുന്നു. അതിൽ അവൾ വരുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ അയാൾ അവിടെ നിന്ന് ജഗ് തറയിലിട്ട് പൊട്ടിച്ചു. മോളെ നാദിയ, ഒന്ന് ഇത്രയിടം വരെ വരുമോ? ഈ ചില്ലൊന്ന് പെറുക്കി കളയാനാ. അവളെ അയാളുടെ മുറിയിൽ ധൈര്യം സംഭരിച്ചു പോയി. പതിയെ ചില്ലുകൾ പെറുക്കി ഡസ്റ്റ്ബിനിൽ ഇടുകയായിരുന്നു. അയാൾ അവളെ പുറകിലൂടെ വന്ന് ആലിംഗനം ചെയ്തു. നാദിയ തീയിൽ വീണതുപോലെ വെന്തുപോയി. അവൾ പൊടുന്നതിനെ കുതിരി മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എന്റെ വിട്ട്, നിങ്ങൾ എന്തീ കാണിക്കുന്നത്? ഞാൻ ബഹളം വയ്ക്കും. അവൾ പേടിയോടെ പറഞ്ഞു. അവളുടെ ചുണ്ടും പല്ലൊക്കെ വിറക്കുന്നുണ്ടായിരുന്നു. അയാൾ അവളുടെ ചെവിയിൽ മെല്ലെ പറഞ്ഞു. നീ ഒരു ചുക്കും ചെയ്യില്ല. കാരണം ഇവിടെ ഞാൻ പറയുന്നില്ല കാര്യം. എൻ്റെ സഹോദരിയോ എൻ്റെ അനന്തരവനോ എന്നെ അവിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അയാൾ വിജയഭാവത്തിൽ പറഞ്ഞു. നാദിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ ദയനീയമായി പറഞ്ഞു. എന്നെ വിട്ടേക്ക് പ്ലീസ്, ഞാൻ നിങ്ങളുടെ അനന്തരവന്റെ ഭാര്യയാണ്. പക്ഷേ അയാൾ അവളുടെ ഇടുപ്പിലൂടെ കൈവരിഞ്ഞു. ശേഷം അവളുടെ ചെവിയിൽ ഒരു കടി കൊടുത്തിട്ട് പറഞ്ഞു. എന്തൊരു ഫിഗറാടി പെണ്ണേ നീ. നിന്നെ ഞാൻ കൂടി ഒന്ന് രുചിച്ചോട്ടെ. അയാളിലെ കാമൻ ചൂടുപിടിച്ചിരുന്നു. അയാൾ അവിടെ മാറിടങ്ങളെ തഴുകാൻ തുടങ്ങി. അയാൾ ഉന്മാദനായിരുന്നു. നാദിയക്കത് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. അവൾ അയാളെ തള്ളി മാറ്റിക്കൊണ്ട് ഓടാൻ തുടങ്ങിയപ്പോൾ പൊട്ടിക്കിടന്ന ചിലയിൽ കാലുകൊണ്ട് മുറിഞ്ഞു. അവൾ അതിന് വകവെക്കാതെ മുറിയിലേക്ക് ഓടി. കട്ടിൽ കിടന്ന് കുറെ കരഞ്ഞു. കണ്ണാടിയുടെ മുന്നിൽ പോയി സ്വന്തം മുഖത്തെ നോക്കി അവൾ തുപ്പിക്കൊണ്ട് പറഞ്ഞു. നീ ഒരു പീരുവാ. വൈകുന്നേരം ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഫോൺ വന്നിരുന്നു. ഇത്താത്ത, നൂറയായിരുന്നത്. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നൂറയുടെ സ്വരത്തിലെ മാറ്റം അവളെ പേടിപ്പിച്ചു. ഉമ്മാക്ക് വയ്യെത്താത്ത, ഇപ്പൊ ഹോസ്പിറ്റലിലാ. ഇത്താത്ത വരില്ലേ? നൂറ ചോദിച്ചു. ഇത്താത്ത ഉടനെ വരാം മോളെ. സെമീറിനെ വിളിച്ച് അനുവാദം വാങ്ങാൻ നോക്കിയപ്പോൾ അവൻ ഫോൺ എടുക്കുന്നില്ല. പിന്നെ അവൾ സമയം കളയാതെ ഉമ്മയുടെ അടുത്ത് നിന്ന് അനുവാദം വാങ്ങി മെഡിക്കൽ കോളേജിലേക്ക് പോയി. അവിടെ പുറത്ത് നൂറയും ഫഹദും ഉണ്ടായിരുന്നു. അവളെ കണ്ടപാടെ രണ്ടുപേരും ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. നാദിയ തന്റെ സങ്കടം ഉള്ളിലൊതുക്കിക്കൊണ്ട് അവരോട് പറഞ്ഞു. അയ്യേ, എന്റെ ചക്കരക്കുട്ടികൾ കരയാണോ? ഞാൻ ഉമ്മ റൂമിൽ വരുമ്പോൾ പറഞ്ഞു കൊടുക്കുകയെ. മക്കളെ, നിങ്ങൾ വല്ലതും കഴിച്ചോ? അവൾ ആകുലതയോടെ ചോദിച്ചു. അവരില്ലെന്ന് തലയാട്ടി. എന്നാ വാ, ഇത്ത ഫുഡ് വാങ്ങിത്തരാം. അതും പറഞ്ഞ അവൾ അവരെ ക്യാൻറ്റീനിലോട്ട് കൊണ്ടുപോയി. ഉമ്മയുടെ അവസ്ഥ മോശമായിരുന്നു. ഈ സമയങ്ങളിൽ ഒന്നുപോലും സെമീർ അവളെ തിരിച്ചു വിളിച്ചിരുന്നില്ല. അവൾ ICU മുമ്പിൽ കാവലിരുന്നു. രാത്രി 10 മണിയൊക്കെ ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഉമ്മയെ പോയി കണ്ടോളൂ കേട്ടോ. അവൾ സന്തോഷത്തോടെ ഉമ്മയെ കാണാൻ അകത്തേക്ക് കയറി. ഉമ്മ ഓക്സിജൻ മാസ്ക് ഊരിയ ശേഷം അവളോട് പറഞ്ഞു. നാദിയ മോളെ, ഉമ്മാക്ക് പോവാൻ സമയമായിരിക്കണു. എൻ്റെ മോളും ഉമ്മാക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യോ? ആ ഒരു ശ്വാസം വലിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ ഉമ്മ ഇങ്ങനെ ആവശ്യമില്ലാണ്ട് ഓരോന്ന് പറയുന്നത്?
എൻ്റെ ഉമ്മാക്കും ഒന്നുമില്ല. മോളെ, ഞാൻ ചോദിച്ചതിന് നീ ഉത്തരം പറഞ്ഞില്ല. എന്താ ഉമ്മ ഞാൻ ചെയ്യേണ്ടത്? നാദിയ പൊട്ടിക്കരഞ്ഞോട് ചോദിച്ചു. നിന്റെ അനിയനെയും നിന്റെ അനിയത്തിയെയും നീ സംരക്ഷിക്കണം. അവർക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയാകുന്നവരെങ്കിലും നീ ഉമ്മാക്ക് വേണ്ടി ചെയ്യില്ലേ? ഉമ്മ അവളുടെ കയ്യിൽ പിടിച്ചോണ്ട് ചോദിച്ചു. ഉമ്മ വീട്ടിൽ ക്യാനിലിട്ട കൈയല്ലേ ഉമ്മ, വേദനിക്കും. അവൾ ഹൃദയം നുറുങ്ങിക്കൊണ്ട് പറഞ്ഞു. മോളെ, ഉമ്മ വേദനകളില്ലാത്ത ലോകത്തേക്ക് പോവാ മോളെ. ഞാൻ നിന്റെ വാപ്പയെ കാണാൻ പോവാ. നിന്റെ വാപ്പ എനിക്ക് വേണ്ടി അവിടെ കാത്തിരിപ്പുണ്ട്. അതും പറഞ്ഞ് അവരുടെ കൈ താഴേക്ക് ഊർന്നു വീണു. നാദിയ വാവിട്ട് കരഞ്ഞുപോയി. ഉമ്മയുടെ കബറടക്ക സമയത്ത് പോലും സമീർ വന്നില്ല. അവൾ അതിനെയോർത്ത് വിലപിച്ചതേയില്ല. കാരണം അവൾക്കറിയാം അതായിരുന്നു അവന്റെ ദുഷിച്ച മനസ്സ്. 40 ദിവസവും അവൾ തന്റെ സഹോദരങ്ങൾക്കൊപ്പം അവിടെ താമസിച്ചു. ഒരു ദിവസം നൂറയ്ക്ക് കടുത്ത വയറുവേദന ആയതുകൊണ്ട് അവൾ ലേഡി ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയി. എടോ, താൻ നാദിയല്ലേ? നൂറയെ കാണിച്ചിറങ്ങാൻ നേരം ഒരു ഡോക്ടർ ചോദിച്ചു. അതെ, നാദിയ പറഞ്ഞു. ഹെൽത്തൊക്കെ ഓക്കെ അല്ലേ തൻ്റെ ഇപ്പോൾ? ഡോക്ടർ ചോദിച്ചു. അതെ എടോ, തൻ്റെ ഹസ് നല്ല ആളായിട്ടോ. അന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്ത സമയത്ത് ഫെലിപ്പിൻ ട്യൂബ് ഡാമേജ് ആയതിനാൽ അത് എടുത്തു മാറ്റിയ കുഞ്ഞിനെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ടും അയാൾ പറഞ്ഞ് തന്നെ മതി, കുഞ്ഞ് വേണ്ടെന്നാ. താൻ ലക്കിയാണ് കേട്ടോ. താൻ കുറച്ച് സമയം കൂടി റെസ്റ്റ് എടുക്കണം കേട്ടോ. അതും പറഞ്ഞ് ഡോക്ടർ പോയി. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് നാദിയുടെ ഉള്ളിൽ കടലിരമ്പി. അന്ന് അവൾ തൻ്റെ അകന്ന ബന്ധത്തിലെ മാമി വീട്ടിൽ കുട്ടികളെ ഏൽപ്പിച്ച ശേഷം സമീറിന്റെ വീട്ടിലേക്ക് പോയി. സമീർ ഉണ്ടായിരുന്നു അവിടെ. ഓ, എത്തിയോ കിട്ടിയമ്മ? ചത്തവര് ചത്തു. നീ എന്താണ് ഇങ്ങോട്ട് വരാണ്ടിരുന്നത്? അതവിടെ ആരെങ്കിലും കറക്കിയെടുത്തോ? അവൻ പുച്ഛത്തോടെ വെച്ചുകൊണ്ട് ഫോണിൽ നോക്കിയിരുന്നു. മറുവശത്തിരുന്ന മാമയുടെ കണ്ണുകൾ അവളുടെ ശരീരത്തിലൂടെ ഇഴഞ്ഞു നടന്നു. അവൾ സങ്കടത്തോടെ മുറിയിലേക്ക് ഓടിപ്പോയി. കട്ടിൽ കിടന്ന് കരയുന്നവിടെ പുറത്തുകൂടി ഒരു കൈ തടവി നടന്നു. മോളെ നാദിയ, നിന്നെ ഞാൻ എത്ര ദിവസമായി കാത്തിരിക്കുന്നു. അയാൾ വികാരത്തോടെ പറഞ്ഞു. മാമയാണെന്ന് അറിഞ്ഞ നിമിഷം അവൾ ചാടിണീറ്റ് മാറിയിരുന്നു. ശേഷം ഓടി ബാത്റൂമിലേക്ക് കയറി. ബാത്റൂം മിററിൽ നോക്കി എന്തൊക്കെയോ ആലോചിച്ചു. അയാൾ മുറിയിൽ നിന്ന് പോയ ശേഷമാണ് അവൾ ഇറങ്ങി വന്നത്. വീണ്ടും ഭൂതകാലത്തിലേക്കൊരു പോക്ക്. അന്ന് കോളേജിൽ ഫ്രഷേഴ്സ് ഡേ ആയിരുന്നു. നാദിയ ദാവണിയാണ് ധരിച്ചിരുന്നത്. കോളേജ് ബാക്ക് ഗേറ്റ് വഴിയാണെന്ന് അവൾ വന്നു. ബാക്കിലെ ഗേറ്റിലൂടെ വരാൻ നാദിക്ക് പേടിയാണ്. കാരണം ക്ലാസ്സിലൊന്നും കയറാതെ ഒരു കൂട്ടം ചെറുപ്പക്കാർ അവിടെയാണ് തമ്പടിച്ചിരിക്കുന്നത്. മയക്കുമരുന്നൊക്കെ യൂസ് ചെയ്ത് ഒന്നിനൊരു ബോധം ഉണ്ടാവില്ല. നാദിയ വേഗത്തിൽ നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു പറ്റ ആമ്പിള്ളേർ അവിടുന്ന് വിസിലടിച്ച് വിളിക്കുന്നത്. അവളത് കേൾക്കാൻ നടന്നു നീങ്ങി. അവർ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൾ ഓടാൻ തുടങ്ങി. എന്നാൽ ഒരുവൻ അവളുടെ ദാവണിയിൽ പിടിച്ചു വലിച്ചു. അത് അവന്റെ കയ്യിൽ കിട്ടുകയും ചെയ്തു. നാദിയ മാറുപൊത്തി പിടിച്ചുകൊണ്ട് ഓടി. അവൾ ഓടിയെത്തിയത് സുമിയുടെ മുന്നിലേക്കായിരുന്നു. അവളുടെ കയ്യിൽ ഒരു ഹോക്കി സ്റ്റിക്ക് ഉണ്ടായിരുന്നു. സുമി ദേഷ്യം കൊണ്ട് നിന്നിരുന്നു. അവൾ ആ സ്റ്റിക്ക് ഉപയോഗിച്ച് ആ പയ്യന്മാരെല്ലാം കണക്കിന് കൊടുത്തുകൊണ്ട് അവളുടെ ദാവണി തിരികെ വാങ്ങി. ശേഷം അവർ പോയത് ആ പൈൻ മരച്ചുവട്ടിലേക്കായിരുന്നു. അന്ന് നാദിയ കുറെ കരഞ്ഞു. സുമി പറഞ്ഞു, നോക്ക് നാദിയ, ഇത് നമ്മുടെ ജീവിതം. നമുക്ക് ഓരോരുത്തർക്കും ദൈവം കെട്ടിയാടാൻ വിധിച്ച ഓരോ വേഷങ്ങളുണ്ട്. അത് കെട്ടി നമ്മൾ നന്നായിട്ട് ആടിയേ മതിയാവും. നിന്നെ ഭീരുവാക്കുന്ന നിന്റെ ഈ പേടിയാ. നിന്റെ പേടിയെ നീ ആയുധമാക്കണം. നിന്റെ ലൈഫിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും നീ ബോൾഡായിട്ട് ഇന്ന് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. അല്ലെങ്കിൽ ഈ സെൽഫിഷായ ലോകത്ത് നമുക്ക് ജീവിക്കാൻ അർഹതയില്ല മോളെ. അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സുമി പറഞ്ഞു. അതുകൊണ്ട് ഓരോ നിമിഷവും പൊരുതി ജീവിച്ച് മുന്നേറണം നീ. അവൾ ചിന്തകളിൽ നിന്ന് ഉണർന്നു. മനസ്സിലൊരു ദൃഢനിശ്ചയമെടുത്തു. ഓപ്പറേഷൻ മാമച്ചി. പിറ്റേന്ന് രാവിലെ നാദിയ അടുക്കളയിൽ നിന്നും ജോലികൾ ഓരോന്നായി ചെയ്യുകയായിരുന്നു. സമീറിന്റെ ഉമ്മ ഉമ്മറത്തിരിക്കുകയാണെന്ന് മനസ്സിലാക്കി മാഹിൻ മാമ അടുക്കളയിലേക്ക് ചെന്നു. അയാൾ അവളെ പുറകിലൂടെ ചുറ്റി വരിഞ്ഞു. എന്തായി മോളെ നമ്മുടെ കാര്യങ്ങള്? അയാൾ അവിടെ സുഗന്ധം വലിച്ചെടുത്തുകൊണ്ട് ചോദിച്ചു. അയ്യോ മാമ, ഇവിടെ വെച്ച് തന്നെ വേണോ? അവൾ ഹാസ്യഭാവത്തോടെ ചോദിച്ചു. മാമയുടെ മനസ്സിൽ 100 ബൾബ് ഒന്നിച്ച് കത്തി. എടി മിടുക്കി, ഇങ്ങനെ വേണം പെൺപിള്ളേരായ. അതെ, ഈ മാമയ്ക്ക് ഇപ്പൊ തന്നെ വേണം. നാദിയ ദോശ ഇടുകയായിരുന്നു. അത് നല്ല കാസ്റ്റ് അയണിന്റെ പാനിൽ. എന്നാ ശരി, എന്റെ മാമയുടെ കോതി ഞാനല്ലേ തീർത്തേരേണ്ടത്. അവൾ അതും പറഞ്ഞ് പഴുത്തുകൊണ്ടിരിക്കുന്ന ദോശ പാൻ എടുത്ത് മാമയുടെ കവിളിൽ വെച്ച് കൊടുത്തു. അയ്യോ പൊള്ളി! അയാൾ അലറി വിളിച്ചു പോയി. എടി നിന്നെ! അയാൾ അവിടെ മുടിയിൽ പിടിക്കാൻ വന്ന നേരം അവൾ ആ ഫ്രൈ പാൻ എടുത്ത് അയാളുടെ ഇരിച്ചുകെട്ടിലും തലമണ്ടക്കൊന്ന് കൊടുത്തു. ശേഷം ചൂടായിക്കൊണ്ടിരുന്ന വെള്ളമെടുത്ത് മുഖത്തൂടെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അയാളുടെ ചെവിക്കരികിൽ വന്നുകൊണ്ട് ചോദിച്ചു, മെല്ലെ രഹസ്യമായി, ഇപ്പൊ ശമനുണ്ടോ മാമേ? മാമയുടെ വർദ്ധിച്ചു വന്ന ചൊറിച്ചിലിന്? ആ മാമ, ഒന്നുകൂടി ഉണ്ട്. അതും പറഞ്ഞ് അടുത്ത അടുപ്പിലിരുന്ന പഞ്ചസാര ലായനി കൂടി അയാളുടെ ലിംഗഭാഗത്തിൽ ഒഴിച്ചു കൊടുത്തു. ഇപ്പൊ എല്ലാം ഓക്കെ അല്ലേ മാമ? അവൾ അതും പറഞ്ഞ് കൈ രണ്ടും കെട്ടി മാറിയുന്നു. അയാൾ തറയിൽ കിടന്ന് ഉരുളാൻ തുടങ്ങി. സെമീറിന്റെ ഉമ്മ വന്നപ്പോൾ കണ്ടത് അടുക്കളയിൽ കിടന്നുരുളുന്ന ആകളെയാണ്. റബ്ബേ, എന്താ ഇത്? മൈനെ, എനിക്ക് എന്താ പറ്റിയത്? അയാൾ വേദന കൊണ്ട് പൊളഞ്ഞു. നാദിയ പറഞ്ഞു, ഉമ്മ, മാമച്ചിക്ക് ദോശ ചൂടണമെന്ന്.
ഈ വയസ്സാം കാലത്ത് ചുടണ്ട മാമാന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ചുട്ടുതരാന്ന് പറഞ്ഞിട്ട് മാമ കേട്ടില്ല. അല്ലേ മാമ? അയാൾക്ക് വേറെ നിവൃത്തിയില്ലാതെ സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ മാമ നീണ്ട ഒരു മാസം ഹോസ്പിറ്റലിൽ കിടന്നു. ശേഷം മാമയെ വീട്ടിൽ കൊണ്ടുവന്നു. ആ ഒരു സംഭവത്തിന് ശേഷം നാദിയെ ദൂരെ നീണ്ടാൽ വരെ അയാൾ ഭയന്ന് വിളിക്കും. നാദി അയാൾക്കൊരു ഗ്ലാസ് വെള്ളവുമായി അയാളുടെ അടുക്കൽ ചെന്നു. ശേഷം അയാളുടെ ചെവിയിൽ പതുക്കെ പറഞ്ഞു, നീ പെണ്ണൊരുമിട്ടാൽ എന്ന് കേട്ടിട്ടുണ്ടോ? നിന്റെ പിഴച്ച വർത്താനം എൻ്റെ കാതുകളിൽ വീണ മോനെ മാഹിനെ, നിന്നെ ഞാൻ ഷണ്ടനാക്കി കളയും. അതുണ്ട് എന്ന അഹങ്കാരത്തിൽ നീ ഇനി ഒരു പെണ്ണിൻ്റെ അടുത്തും പോയി നിൽക്കരുത്. അതും പറഞ്ഞ് അവൾ പടവുകൾ കയറി മുകളിലേക്ക് പോയി. ഒരാഴ്ചയ്ക്ക് ശേഷം ആരോടും വ്യക്തമായി ഒന്നും പറയാതെ തിരികെ നാട്ടിലേക്ക് പോയ മാമയാണ് എല്ലാവരും കണ്ടത്. പിന്നെ നാദിക്ക് അറിയേണ്ടിയിരുന്ന് അന്ന് താൻ വീണ് സ്വാഭാവികമായിരുന്നോ അത് ആരെങ്കിലും കരുതി കൂടി ചെയ്തതായിരുന്നോ എന്നായിരുന്നു. അവൾക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. അന്ന് അവൾ കാലിൽ എന്തോ തറച്ചുകൊണ്ടാണ് ബാലൻസ് നഷ്ടമായി വീണതെന്ന്. അവൾ ആലോചിച്ചു, എത്രാം പടിയിൽ നിന്നാണ് താൻ വീണത്? ഓർമ്മയിൽ പരതി. തലച്ചോറ് അവൾക്ക് അതിനുള്ള ഉത്തരം പറഞ്ഞു നൽകി. മുകളിൽ നിന്ന് 3ാമത്തെ പടി. അവൾ ആ പടി പരിശോധിച്ചു. ശരിയാണ്, അതിൽ ആണി അടിച്ചു വെച്ചിരുന്ന പാടുണ്ടായിരുന്നു. നാദിയ തളർന്നുപോയി. കേവലം ചെറിയൊരു സംശയത്തിന്റെ പേരിൽ തന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെ കൊല്ലാൻ സെമീറിനെങ്ങനെ മനസ്സ് വന്നു? അന്നും സെമീർ എന്നത്തെയും പോലെ ആടിയുടഞ്ഞു വന്നു. അവളവനെ കണ്ടപ്പോൾ ഇരുന്നിടത്തു നിന്നും മാറിയതുകൂടിയില്ല. അതവനെ ചൊടിപ്പിച്ചു. അവൾ അടിക്കാനായി ഓടി വന്നു. അവളവന്റെ കാല് നോക്കി ചവിട്ട് കൊടുത്തു. അവളിൽ നിന്ന് അത് പ്രതീക്ഷിക്കാത്തതുകൊണ്ട് അവൻ കമിഴ്ന്ന് മുഖമടിച്ച് വീണുപോയി. എടീ, നിനക്ക് ഇത്രക്ക് ധൈര്യമോ? അവൻ എണീക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ മുഖത്ത് യാതൊരു ഭാവ്യത്യാസം കൂടെ പറഞ്ഞു. ഇരിക്കടാ അവിടെ. അവൾക്ക് അഭിമുഖമായ ഒരു കസേര വിളിച്ചിട്ടിരുന്നു. അവനൊന്നും മിണ്ടാതിലിരുന്നു. എനിക്ക് നിങ്ങളോട് ചിലത് ചോദിക്കാനുണ്ട്. എന്താ? അവൻ അക്ഷമനായിക്കൊണ്ട് ചോദിച്ചു. നിങ്ങൾക്ക് എൻ്റെ വെർജിനിറ്റിയിൽ സംശയം ഉണ്ടായിരുന്നോ? അവൻ അല്പനേരം മിണ്ടാതിരുന്നു. എന്നിട്ട് പറഞ്ഞു, അതെ. ഓക്കെ, എൻ്റെ കുഞ്ഞിനെ, അതായത് നമ്മുടെ കുഞ്ഞിനെ മനഃപൂർവ്വമാണോ നിങ്ങൾ ഇല്ലാതാക്കിയത്? അവൾ അല്പം വിഷമത്തോടെ ചോദിച്ചു. അവനിൽ അന്നേരം ക്രൂരമായൊരു ചിരി ഉടലെടുത്തു. അവൻ പുച്ഛത്തോടെ പറഞ്ഞു, നമ്മുടെ കുഞ്ഞോ? കൊള്ളാം, നല്ല കഥ. നീ മാറ്റാർക്കോ വയറ്റിലുണ്ടാക്കിയിട്ട് അത് എൻ്റെ കുഞ്ഞെന്നോ? ഇത് നല്ല കഥ. നാദ്യ അവൻ പറഞ്ഞു മുഴുമിക്ക് മുന്നേ തന്നെ അവന്റെ ചെവിക്കൽ തകരുന്ന അടി അവന്റെ ചെവിട്ടിൽ കൊടുത്തു. ചെവിയിൽ നിന്ന് മൂളിൽ കേട്ടുകൊണ്ട് അവൻ തലകുടഞ്ഞു നോക്കിയപ്പോൾ മുന്നിലതാ നിൽക്കുന്നു ഒരു കാസ്റ്റ് അയ്യേണ്ട പാനും പിടിച്ച നാദിയ. മുടിയെല്ലാം പാറി പറക്കുന്നുണ്ട്. അവൻ എന്തെങ്കിലും ചെയ്യും മുന്നേ അടുത്തടി വീണിരുന്നു. അവന്റെ വായിൽ നിന്ന് നെറ്റിപൊട്ടിയും ചോരൊഴുകുന്നുണ്ട്. അവളുടെ പ്രവൃത്തിയിൽ പ്രകോപിതനായ സെമീർ അവളുടെ കാലിൽ പിടിച്ചു വലിച്ച് അവളെ താഴെയിട്ടു. എന്നിട്ട് അവളുടെ മേൽ കയറിക്കിടന്ന് അവൾ അറഞ്ചം പുറഞ്ചം തല്ലി. നീ ആരുടെ മേലെ കൈവച്ചെന്നറിയടി പുന്നാര പോളെ, നിന്നെ ഞാൻ പോർലോകം കാണിക്കില്ല. ഞാൻ മനഃപൂർവ്വം തന്നെയാടി നിന്റെ വയറ്റിൽ വളർന്ന ആ സത്യത്തിനെ നശിപ്പിച്ച്. അവൻ ഉറക്കെ പറഞ്ഞു. എടാ നിന്നെ ഞാൻ. അവൾക്ക് അവന്റെ വൃത്തിയേട്ട വർത്തമാനം തീരെ ദഹിച്ചില്ല. അവൾ വീണ്ടും അവനെ തലക്കൊരു അടി കൊടുത്തു. സെമീറിന്റെ തലവെട്ടി ചോരയൊഴുകാൻ തുടങ്ങി. അവൻ അടിച്ചടിയിൽ നാദിയുടെ ചുണ്ടിൽ നിന്നും മൂക്കിൽ നിന്നും ചോരൊഴുകുന്നുണ്ടായിരുന്നു. എടാ ചെറ്റേ, നിനക്ക് ഈ പെണ്ണൊരുമിട്ടാന്ന് കേട്ടിട്ടുണ്ടോ? നീ കണ്ടിട്ടുണ്ടോ? എന്നതാ കാണ്. അതും പറഞ്ഞ അവൾ അവന്റെ 2 കൈയും തള്ളി ചതച്ചു. തലയിൽ നിന്ന് രക്തം വാർന്നു. അവൾ അവനെ വലിച്ചഴിച്ച് മുറിയുടെ കണ്ണാടിയുടെ ഭാഗത്ത് കൊണ്ടു നിർത്തിയിട്ട് പറഞ്ഞു, നിനക്ക് ചോര കാണണ്ടേ? ദാ നല്ലപോലെ കണ്ടോ. അവന്റെ മുഖം കണ്ണാടിക്ക് അഭിമുഖമായി നിർത്തിക്കൊണ്ട് അവൾ വീറോടെ നിന്നു. നീ അന്നൊരു തുള്ളി ചോര കണ്ടില്ലെന്ന് പറഞ്ഞ് എന്നെ എന്തോരം ദ്രോഹിച്ചതാ. അവൾ കണ്ണുനീർ അമർത്തി തുടച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ നിന്റെ മാമച്ചി എന്ന് പറയുന്ന ഭൂലോക ചെറ്റയ്ക്ക് എന്റെ കൂടെ കിടക്കണമെന്ന്. എന്തായാലും മാമച്ചിക്ക് വേണ്ടി ഞാൻ ആവോളം കൊടുത്തിട്ടുണ്ട്. അവൾ തളർന്നിടക്കുന്ന സെമീറിനെ വലിച്ചഴിച്ചുകൊണ്ട് ഗോവണിയുടെ അറ്റത്ത് നിന്നിട്ട് പറഞ്ഞു, ഇവിടെ വെച്ചല്ലേ നീ ആ ഒന്നും അറിയാത്ത കുഞ്ഞിനെ പറഞ്ഞു വിട്ടത്? അവളുടെ ശബ്ദം ഇടറി. അതും പറഞ്ഞ് അവൾ അവനോട് താഴേക്ക് തള്ളിയിട്ടു. ഉമ്മാ! സെമീറിന്റെ വലിയൊരു അലർച്ചയാണ് പിന്നെ കേട്ടത്. താഴെ കിടക്കുന്ന അവന്റെ അടുത്ത് നിന്ന് അവൾ പറഞ്ഞു, വേദനിച്ചാ സഹിക്കണം, അല്ലാതെ അലറരുത്. ഉമ്മ ഓടി വന്നപ്പോൾ കണ്ടത് പ്രാണന് വേണ്ടി കഴിയുന്ന സ്വന്തം മോനെയാണ്. നീ എന്ത് പ്രാന്താ പെണ്ണെ ഈ കാണിക്കുന്നത്? ആ ഒരു ദേഷ്യത്തോടെ അവൾ അടിക്കാനോങ്ങി. അവളുടെ കയ്യിലിരിക്കുന്ന ഇരുമ്പിന്റെ പാൻ കണ്ടതോടുകൂടി അവർ 2 അടി പിന്നോട്ട് മാറി. നിങ്ങൾ എന്താണ് തല വിചാരിച്ച്? നിങ്ങളൊക്കെ 10-25 വയസ്സ് വരെ വളർത്തി തുളച്ചിട്ട് വന്നു കയറിയുള്ള ഇവനൊക്കെ നേരെയാക്കണമെന്നോ? കതിരിമേൽ വളം വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇതുപോലെയുള്ള മക്കളുണ്ടായ കുറച്ച് വിഷം വാങ്ങി ചോറിക്കുഴച്ച് ആദ്യം നിങ്ങൾ തിന്നിട്ട് പിന്നെ നിങ്ങളുടെ മകന് കൊടുക്കണം. അല്ലാതെ വന്നു കയറുന്ന പെൺപിള്ളേരെ കുരുതി കൊടുക്കല്ലേ വേണ്ട. അതും പറഞ്ഞ് അവൾ അവരുടെ 2 കാലം കൂടി തള്ളി ചതച്ചു. ഉമ്മാ, ഇവള് പിടിച്ചു മാറ്റുമാ, അവൻ ദയനീയമായി പറഞ്ഞു. മോനെ, ഇവളുടെ ദേഹത്ത് എന്തോ കൂടിയനെ കയറിയിരിക്കുക. അവരതും പറഞ്ഞ് പുറകിലോട്ട് മാറിയുന്നു. എടാ സെമീറെ, ഞാൻ നിന്റെ കൈയും പിടിച്ച് ഈ വീട്ടിൽ എത്ര സന്തോഷത്തിലും പ്രതീക്ഷയിലാണ് കയറുമെന്ന് നിനക്കറിയോ? നീ എന്നെ വിളിച്ചില്ലേ ഞാൻ ഒട്ടുകാലിയാണെന്ന് ചേരി വളർന്നോളാന്നൊക്കെ? പക്ഷെ നിനക്കറിയോ, ഒരുത്തനും ഞാൻ എൻ്റെ ശരീരം ഇതുവരെ കൊടുത്തിട്ടില്ല. ഒരുത്തനെയും സ്നേഹം നൽകി അവനെ വഞ്ചിച്ചിട്ടില്ല. അങ്ങനെയെല്ലാം എൻ്റെ ചുറ്റിനും നടന്നപ്പോൾ ഞാൻ അതിനെല്ലാം അവഗണിച്ചു. എന്തിനു വേണ്ടി? നിന്റെ സ്നേഹത്തിന് വേണ്ടി. നിന്നെ പോലത്തെ എന്തെങ്കിലും വരുമ്പോൾ അവന് ലോയലായിരിക്കാൻ വേണ്ടി. ആദ്യ രാത്രി തന്നെ നീ മദ്യത്തിൽ മുങ്ങി വന്നിട്ട് എന്നെ പിച്ച് ചീന്തി എറിഞ്ഞു. എന്നെ എന്തെല്ലാം രീതിയിൽ നീ വേദനിപ്പിച്ചു. എന്നെ ഇത്രയും ക്രൂരിയാക്കിയ നീ ഒറ്റ ഒരുത്തം മാത്രം. നീ നല്ലവനായിരുന്നെങ്കിൽ നിന്റെ മാമ എന്ന ചേട്ടൻ്റെ മോശം പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം നിന്റെ പറഞ്ഞേനെ.
പക്ഷെ നീ അവന്റെ വാക്കും കേട്ട് ജീവിക്കുന്നതായി പോയില്ലേ. എനിക്ക് എന്റെ മേൽ നടന്ന ദുരവസ്ഥയിലൊന്നും വിഷമില്ല. കാരണം ഇതെല്ലാം ഞാനൊരു പാടായിട്ട് എടുക്കുന്നു. അവൾ സെമീറിന്റെ ഉമ്മയുടെ മുഖത്ത് പോയി പറഞ്ഞു. എന്തായാലും ഇതെങ്ങനെ സംഭവിച്ചെന്ന് ആരെങ്കിലും ചോദിച്ചാ കുടുംബത്തിൽ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ മരുമകൾ തന്നാണെന്ന് പറഞ്ഞേക്ക്. എനിക്കിനി ജീവിക്കാൻ നിന്റെ ഈ താലിമാലയുടെ ആവശ്യമില്ല. അവൾ താലിമാല അവന്റെ മുഖത്തേക്ക് പൊട്ടിച്ചെറിഞ്ഞു കൊടുത്തു. ശേഷം അവൾ ഒരു എൻവലപ്പ് എടുത്ത് അവന്റെ മുഖത്തേക്ക് ഇട്ടുകൊടുത്തു. ഉമ്മയും ഒരു ഹോസ്പിറ്റലൊക്കെ പോയി വന്ന ശേഷം സമാധാനത്തിൽ വായിച്ചു നോക്കണം. എന്റെ വെർജിനിറ്റി സർട്ടിഫിക്കറ്റാ. മുറ്റത്തൊരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടാണ് നാദിയ മുന്നോട്ട് പോയത്. അവൾ ഡോർ തുറന്നു. അത് സുമിയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷമുള്ള കണ്ണുമുട്ടൽ. നാദിയ മോളെ, സുമി ആർദ്രമായി വിളിച്ചു. അവളുടെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ ഭൂമിയിലേക്ക് പതിക്കാനൊരുങ്ങി. സുമി അതിനെ താഴെ വീഴുന്നതിന് മുമ്പേ തുടച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു, നിന്റെ കണ്ണുനീര് ഈ ഭൂമി പതിച്ച ഇവരെ താങ്ങത്തില്ല. നാദി ഒന്നും മിണ്ടാതെ അവളുടെ തോളിൽ തലയുയർത്തി നിന്നു. അവൾ നാദിയുടെ തലമുടിയിൽ തഴിക്കൊണ്ട് പറഞ്ഞു, പോവാം. അത് കേട്ടതും നാദി അവളെ മുറുകെ പുണർന്നു. ഭാവിയിലേക്ക് ഒരു പറന്നുപോക്ക്. സുമിയുമായി നേരെ പോയത് നൂറയെയും ഫഹദിനെയും കൂട്ടാനായിരുന്നു. മരണസമയത്ത് ഉമ്മ ഏൽപ്പിച്ച ഏക കാര്യം. സുമി അവരെയും കൊണ്ടുപോയത് ലണ്ടനിലേക്കായിരുന്നു. ഹീത്രോ എയർപോർട്ടിൽ പറന്നിറങ്ങിയവർ. നാദിയക്ക് കളഞ്ഞുപോയ സന്തോഷം തിരിച്ചു കിട്ടി. ഇനി നാദിയക്ക് പുതിയ സ്വപ്നങ്ങൾ തേടിയുള്ള യാത്രയാണ്. അവളുടെ ജീവിതം അവളെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു. അവളെ സ്ട്രോങ് ആക്കി. ഒരു സ്ത്രീ എങ്ങനെ ആവണമെന്നും എങ്ങനെ ആയിക്കൂടാ എന്നും നാദിയയിലൂടെ അവൾ നമുക്ക് മനസ്സിലാക്കി തന്നു.